നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളായി മാറാനായിട്ട് എങ്ങനെ സാധിക്കും? നമ്മളൊരു പക്ഷേ ഒരു ഗായകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാൻസറായിരിക്കാം, അല്ലെങ്കിൽ ഒരു നടനോ നടിയോ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ടീച്ചറായിരിക്കാം, ട്രെയിനറായിരിക്കാം, കോച്ചായിരിക്കാം, ഒരു റൈറ്ററായിരിക്കാം, അതുപോലെ സ്പോർട്സിലോ അത്ലറ്റ്സിലോ ഒക്കെയുള്ള ഒരാളായിക്കോട്ടെ. ഏത് മേഖലയിലും നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു പെർഫോമറാണ്. ഒരു ബിസിനസ്മാൻ ഒരു പെർഫോമറാണ്, ഒരു സെയിൽസ്മാൻ ഒരു പെർഫോമറാണ്, ഒരു ടീച്ചർ ഒരു പെർഫോമറാണ്. നമ്മൾ ഒരു വീട്ടിൽ ഒരു ഗ്രഹനാഥൻ, ഒരു ഗ്രഹനാഥ ഒരു പെർഫോമറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഒരു പെർഫോമർ തന്നെയാണ്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നോ അതിൽ ടോപ്പ് ആവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിനെല്ലാം രഹസ്യം ഒന്ന് തന്നെയാണ്, അതിൻ്റെ വിദ്യ ഒന്ന് തന്നെയാണ്. അതെന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് ഏത് മേഖലയിലും ഏറ്റവും ടോപ്പായി മാറാം? അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുത്ത മേഖല നമുക്ക് വേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കുകയും നമുക്ക് കൃത്യമായൊരു ഗോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതില്ലാത്തവർ അതുണ്ടാക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തതയാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല വ്യക്തത ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് പോയി, നമുക്ക് ആഗ്രഹം മാത്രമായിട്ട് അവിടെ നിൽക്കും. നമ്മളൊരിക്കലും അതിനുവേണ്ടി പ്രവർത്തിക്കത്തില്ല. പ്രവർത്തിച്ചാൽ തന്നെ അത് ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല, അത് ഇനഫ് ആയിരിക്കത്തില്ല, പോരായ്മയുണ്ടാവും. അത് നമ്മൾ മുഴുവൻ ശക്തി ഉപയോഗിക്കില്ല. കാരണം നമുക്കതിൽ ആത്മവിശ്വാസമില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടിലൊക്കെയാണ്. അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുക, അതിന് നല്ല വ്യക്തത ഉണ്ടായിരിക്കുക. ആ വ്യക്തത ഉണ്ടായിരിക്കുന്ന കാര്യം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. ഇതൊക്കെ അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആണ് ഞാൻ ആ ഗോൾ, എൻ്റെ ലക്ഷ്യം എന്താണോ അത് അച്ചീവ് ചെയ്യുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം, ഒരു ഉറച്ച തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ആ തീരുമാനമെടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രാധാന്യമേറിയ ആ ഒരു നിമിഷമാണ് നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് ഉറച്ച ഒരു തീരുമാനമെടുക്കുന്ന ആ ഒരു നിമിഷം. പല ആളുകളും ഒരു ആവറേജായി നിന്നു പോകുന്നത്, പല ആൾക്കാർക്ക് നല്ല കഴിവൊക്കെ ഉണ്ട്, അത്യാവശ്യം അംഗീകാരങ്ങളോ അല്ലെങ്കിൽ വിജയങ്ങളോ ഒക്കെ കിട്ടുന്നവരുമാണ്. പക്ഷേ അവർ ഒരു ശരാശരിക്കപ്പുറം കടക്കാൻ പറ്റുന്നില്ല. ശരാശരി ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലുള്ള ഒരാളായാലും അതിലൊരു ശരാശരി കഴിവുള്ള ആൾക്കാർ ധാരാളമുണ്ട്. നിങ്ങളോട് ഈക്വലായിട്ടുള്ള സമന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ശരാശരിയുടെ ഒരു പരിധിക്കുള്ളിൽ കിടന്നാണ് കറങ്ങുക. അതിനപ്പുറം കടന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആവാനായിട്ട് അത് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഏത് മേഖലയിലും, അല്ലേ? നമ്മൾ ഏത് മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും ആ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം മൂവിയിൽ നമ്മൾ സിനിമാ നടിമാർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് സിനിമാ നടിമാരുണ്ടാവും. പക്ഷേ അതിൽ ശോഭിച്ച് നിൽക്കുന്ന സ്റ്റാർസ്, അത് നടൻ എന്നുള്ള രീതിയിലായാലും താരം എന്നുള്ള രീതിയിലായാലും ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 പേര് കാണത്തുള്ളൂ ഒരു മേഖലയിൽ. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ 5-1 ഒരാളായി മാറ്റുക എന്നുള്ളതാണ് അച്ചീവിങ് ദ പീക്ക് പെർഫോമൻസ് എന്നുള്ള ഈ പ്രോഗ്രാം. അല്ല നിങ്ങളെ ഒരു ശരാശരിക്കാരനാക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കത് മതിയെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾക്കൊരു ശരാശരിക്കാരനായി തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ തന്നെ നിങ്ങൾക്കൊരു ശരാശരിക്കാരനായി തുടരാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സാധാരണ കണ്ടും കേട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ശരാശരിയിലൊക്കെ വന്ന് നിൽക്കും. എങ്ങനെയായാലും അത്യാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, അതിൽ വളരണമെന്ന് ആഗ്രഹമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ശരാശരിയിൽ വന്ന് നിൽക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ശരാശരിക്ക് അപ്പുറം കടക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ചില ബ്ലോക്കുകൾ നമ്മൾ പൊട്ടിച്ച് എറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവൽ ഓഫ് തിങ്കിങ് നമുക്കുണ്ടാവണം. എക്സ്ട്രാ ഓർഡിനറി ലെവൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമുക്കുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ഈ പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ
നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് വേണ്ടത് എന്താണ്, ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുക എന്നുള്ളതാണ്. പറയുമ്പം വളരെ എളുപ്പമാണ്, പക്ഷേ അത് ശരിക്കും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഏത് മേഖല ആയിക്കോട്ടെ അതിലേറ്റവും ടോപ്പായി ഞാൻ മാറും എന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളെ അതിന് ആ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളിൽ തന്നെ ഉണ്ട്. അത് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്മളെ തന്നെ തടയുന്ന ആ ഫാക്ടേഴ്സിനെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും ഞാനത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഡൺ. ഡിസിഷൻ എടുത്താൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തും. പക്ഷേ ആ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി. ഞാനത് അച്ചീവ് ചെയ്യുമെന്ന് നിങ്ങൾ 10 പ്രാവശ്യം അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഡിസിഷൻ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂറോ വയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബയോളജിയുടെ ഭാഗമായിട്ടായിരിക്കണം ആ ഡിസിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു വെർബലി ഒരു കാര്യം പറയുക എന്നുള്ളതല്ല. പക്ഷേ ആ ഒരു ലെവലിലേക്ക് അത് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ച് ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതാണ് എൻ്റെ ആദ്യ ഭാഗം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. അതായത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരാളായി മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളത് ആകും എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് പറയാൻ പോകുന്നത്. NLPയിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തു തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ഡിസിഷൻ എടുത്തെങ്കിൽ, അതായത് ഉറച്ചൊരു തീരുമാനം എടുത്തു, നിങ്ങൾ വിചാരിക്കുന്ന മേഖലയിൽ ഏറ്റവും ടോപ്പ് ആകും എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതിനു വേണ്ടിയുള്ള ആക്ഷൻസ് നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായി സംഭവിക്കും. നിങ്ങളൊരിക്കലും രാവിലെ എഴുന്നേക്കാൻ അലാറം വെച്ചിട്ട് അത് പിന്നീട് അലാറം ഓഫായിട്ട് കിടക്കില്ല. നിങ്ങൾ ആ ഡിസിഷൻ എടുത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ഒരു കാര്യം തീരുമാനിച്ചു, നാളെ ഞാൻ ഇന്ന ഒരു എക്സർസൈസ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ 4 o'clock എഴുന്നേക്കുമെന്ന് തീരുമാനിച്ചു. രാവിലെ 4 മണിയാകുമ്പോൾ അലാറം റിങ് ചെയ്യുന്നു, നിങ്ങളത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുള്ള വ്യക്തി അല്ല എന്നാണ്. ഡിസിഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഡിസിഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തി ആ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം അയാൾ ചെയ്യും. ആക്ഷൻ വിൽ ഫോളോ. അതിനെയാണ് ഈ ഇൻസ്പയർഡ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. ആ ഇൻസ്പയർഡ് ആക്ഷൻ അയാൾ വേറെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. വേറെ ആരും നിർബന്ധിച്ചിട്ട് അയാൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയുള്ളൂ, ഈ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ ടോപ്പ് റാങ്ക് കിട്ടുന്ന കുട്ടികൾ, അവരെ ഒരിക്കലും അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് അല്ല അവർ പഠിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ വീട്ടുകാർ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും ഇല്ല എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടികളാണ് അവർ. അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. കാരണം അവരുടെ മനസ്സിൽ ആ ഒരു ഗോൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവർ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ആയേ പറ്റൂ. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല. അതായത് ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആണ് അവർക്കുള്ളത്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഒന്നുകിൽ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ മതിക്കുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ ഒരു സമയം കിട്ടിയാൽ ആ സമയത്ത് അവർ ആ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യും. അതിൽ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് പഠനത്തിൻ്റെ കാര്യത്തിലല്ല. പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഒരു ആർട്ടിസ്റ്റോ അത്ലറ്റോ ഏത് മേഖലയിലുള്ള ഒരാളായാലും, ഒരു ബിസിനസ്സുകാരനായാലും, നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിന് വേണ്ടി നിങ്ങളിങ്ങനെ ഒരു കീ കൊടുത്ത പമ്പരം പോലെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തു ഞാനിത് അച്ചീവ് ചെയ്യും എന്നുള്ളത്. ഈ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആക്ഷൻ എടുത്താലേ കാര്യം നടക്കുകയുള്ളൂ. പക്ഷേ ഈ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിസിഷനാണ് നിങ്ങളെക്കൊണ്ട് ശരിയായ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ഇനഫായിട്ടുള്ള ആക്ഷൻസ് എടുപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ നല്ല ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ആക്ഷൻ വരില്ല, ഇനഫ് ആക്ഷൻ വരില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വരത്തില്ല. ഇനി നിങ്ങൾ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പരമാവധി ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നിങ്ങൾ വഴികൾ കണ്ടെത്താനായിട്ട് തിരഞ്ഞു നടക്കും. ആ ഒരു പ്രോസസ്സ് ഈസി ആക്കുക എന്നുള്ളതാണ് NLP അച്ചീവിങ്
ദ പീക്ക് പെർഫോമൻസ് എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് നമുക്കൊരു സക്സസ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് സക്സസ്ഫുള്ളായ ആൾക്കാർക്കെല്ലാം അവരുടേതായ ഒരു ഹാബിറ്റുണ്ട്, അവരുടേതായ ഒരു ചിന്താരീതിയുണ്ട്, അവരുടേതായ ചില ലൈഫ് സ്റ്റൈലുണ്ട്. അപ്പം നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഗോൾ അച്ചീവ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ ജീവിതത്തിൽ. അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതിനനുസരിച്ചുള്ള തോട്ട് പാറ്റേൺസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഏത് മേഖലയിലാണോ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗായകനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ മേഖലയിലെ ഏറ്റവും നിങ്ങൾക്ക് റോൾ മോഡലായിട്ട് തോന്നുന്ന ഒരാളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 1, 2, 3 ആളുകളെ. അതിൽ ഉദാഹരണം പറഞ്ഞാൽ യേശുദാസോ അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറോ, അങ്ങനെ നിങ്ങൾ പാട്ടിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റാണെന്ന് തോന്നുന്ന ആളുകൾ, അവരെ നിങ്ങൾക്ക് മോഡൽ ചെയ്യാനായിട്ട് NLPയിലെ ചില ടെക്നിക്കുണ്ട്. ആക്ച്വലി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാട്ട് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മൾ പാട്ട് പഠിക്കുമ്പം ശരിക്കും ആ ഗുരുവിനെ അനുകരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് മോഡലിംഗ് എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ബ്ലൈൻഡായിട്ടുള്ളൊരു അനുകരണമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ സ്കിൽസ്, അദ്ദേഹത്തിൻ്റെ വേ ഓഫ് തിങ്കിങ്, ഇതിനെയൊക്കെ നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് ചെയ്യാം, നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ NLP അത് കുറച്ചും കൂടെ ഈസി ആക്കുകയും കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് വേഗത്തിൽ നമുക്കൊരാളുടെ കഴിവുകളെ നമുക്ക് നമ്മളിലേക്ക് ആവാഹിക്കാനായിട്ടുള്ള ടെക്നിക്കുകളുണ്ട് NLPയിൽ. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഏത് മേഖലയിലാണോ ബെറ്റർ ആകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിൽ ഓൾറെഡി ബെസ്റ്റായിട്ടുള്ള ആളുകളുടെ ആ ഒരു കഴിവിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആവാഹിക്കുന്നു, അവരുടെ ക്വാളിറ്റിയെ നമ്മളിലേക്ക് ആവാഹിക്കുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് വളരെ വേഗത്തിലാക്കും. നിങ്ങളൊരു 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ അതിലും വേഗത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് അച്ചീവിങ് ദ പീക്ക് പെർഫോമൻസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഉറച്ച ഡിസിഷൻ, ഞാൻ ഇത് നേടും, ഇത് ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഈസി അല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ അഫർമേഷൻ. ഒരു അഫർമേഷൻ പറയുന്ന പോലെ ഈസി അല്ല ആ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്ന പോയിന്റിലേക്ക് എത്താനായിട്ടാണ് നമുക്ക് നമ്മുടെ ഗോളിൽ ക്ലാരിറ്റി ഉണ്ടാകുന്നതും അതേപോലെ തന്നെ നമ്മളിലുള്ള ഒരു ആത്മവിശ്വാസം വളർത്തുന്നതും നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതും. അങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ തടയുന്ന കുറേ എലമെൻസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയും. അതിനുശേഷമാണ് ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ നമ്മൾ ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത രീതി അതിന് കറക്റ്റ് ആവണം, നമ്മുടെ ഹാബിറ്റുകൾ അതിന് കറക്റ്റ് ആവണം, നമ്മുടെ ചിന്താരീതികൾ കറക്റ്റ് ആവണം. ഇത്തരത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള, അത് കലയായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സോ അത്ലറ്റ്സോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരുടെ ഹാബിറ്റുകൾ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ചിന്താരീതികൾ, അവരുടെ മെത്തേഡുകളൊക്കെ നമുക്ക് അനുകരിക്കാം. ഇത് NLP പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. NLPയിലെ ചില പവർഫുൾ ടെക്നിക്കുകൾ ഇതിനെ വളരെ വേഗത്തിലാക്കും. വളരെ വേഗത്തിൽ, വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനും നിങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലാക്കാനായിട്ടും സാധിക്കും. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.